കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങില്ല, താൽക്കാലിക പരിഹാരം കണ്ടെത്തിയെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. കാരുണ്യ ഫണ്ടിൽ നിന്ന് അടിയന്തരമായി തുക കൈമാറുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ആൻജിയോപ്ലാസ്റ്റിക്ക് ആവശ്യമായ ബലൂണുകളും ഗൈഡ് വയറുകളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉച്ചയോടെ എത്തിക്കും എന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു എന്നാണോ പ്രിൻസിപ്പൽ പറയുന്നത്? ധന്യ, തീർച്ചയായും ഇന്നലെ വന്ന ഒരു ഏറ്റവും വലിയ വാർത്തയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആൻജിയോപ്ലാസ്റ്റി മുടങ്ങുമെന്നുള്ളത്. അതായത് ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നു, സാധാരണക്കാർ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ഒരുപാട് സാധാരണക്കാരായ ആളുകളെയാണ് ബാധിക്കുക. ഇതിനാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് താൽക്കാലിക പരിഹാരം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിതരണക്കാർക്ക് ഏകദേശം 160 കോടിയോളം രൂപ കൈമാറാനുണ്ട്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ ഗഡുവായി 2 കോടി രൂപ കൈമാറുമെന്നാണ് സൂപ്രണ്ട് ഇവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ കാരുണ്യ ഫണ്ടിൽ നിന്ന് തുക കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നാളേക്കുള്ളിൽ തന്നെ ഈ തുക കൈമാറുമെന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചതായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഉച്ചയോടെ തന്നെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയ ഉപകരണങ്ങൾ ഇല്ലായ്മയാണ് ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ആൻജിയോപ്ലാസ്റ്റി മുടങ്ങാനുള്ള ഒരു പ്രധാന കാരണം. അതിനായി ഈ ഒരു പ്രതിസന്ധി ഇല്ലാതാക്കാനായി തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇന്ന് ഉച്ചയോടെ തന്നെ ഇതിനുള്ള ഗൈഡ് വയറുകളും ബലൂണുകളും എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ അത്യാഹിത വിഭാഗത്തിലുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആളുകൾക്ക് ഇന്ന് ഉച്ചയോടെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു ആവശ്യങ്ങളൊക്കെ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആൻജിയോപ്ലാസ്റ്റി മാത്രമല്ല, മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒട്ടുമിക്ക വിഭാഗങ്ങളിലെയും മെഡിക്കൽ ഉപകരണങ്ങളിൽ വലിയ ക്ഷാമമുണ്ട്. ആരോഗ്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലുമാണ്. അതിൽ കൂടി ഒരു തീരുമാനമായിട്ടുണ്ടോ? ധന്യ, നിലവിൽ ആൻജിയോപ്ലാസ്റ്റി ആണ് അവിടെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുടങ്ങിക്കിടക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ മറ്റ് ഈ വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ന് തന്നെ ഈ കാത്ത് ലാബിൽ ഏകദേശം 5 ശസ്ത്രക്രിയകളോളം നടക്കുന്നുണ്ട് എന്നാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ഉപകരണങ്ങളിലുള്ള പ്രതിസന്ധി എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് ഈ അധികൃതരുടെയും ശ്രമം. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശങ്കകൾ നൽകേണ്ട ഇവർക്കത് എത്രയും പെട്ടെന്ന് ബാധിക്കുന്നതിന് മുൻപ് തന്നെ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വിതരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഭീമമായ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അത് തീർത്താൽ മാത്രമേ ഏകദേശം മാർച്ച് 31 വരെയുള്ള വലിയൊരു തുക കുടിശ്ശിക തീർത്താൽ മാത്രമേ ഈ ഒരു ഉപകരണങ്ങൾ ഇനിയും ഈ വിതരണം ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് വിതരണക്കാർ ഉറച്ചു നിൽക്കുന്നത്. 2 കോടി രൂപ നൽകിയിട്ട് ഒന്നും ആവില്ല. ഇവർക്ക് ഇനിയും ഒരുപാട് ഈ ഉപകരണങ്ങൾ വാങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് തുക ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക തീർത്താൽ മാത്രമേ ഈ ഒരു ഇവിടേക്ക് വിതരണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ ഒരു വിതരണക്കാരുമുള്ളത്. എന്തായാലും ഈ സാഹചര്യം മാറിയിട്ടുണ്ട്, പ്രതിസന്ധി മാറുന്നു. പക്ഷേ ഇതുവരെ മുടങ്ങിയിരുന്ന ശസ്ത്രക്രിയ ഇല്ലെങ്കിൽ മാറ്റിവെച്ചിരുന്ന ഓപ്പറേഷൻ അതിന്റെയൊക്കെ നടപടികളിലേക്ക് കടന്നു. അതിന് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നൽകേണ്ട മരുന്നുകൾ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മെഡിക്കൽ കോളേജ് കടന്നു. ധന്യ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അധികം തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ പുറത്തുനിന്ന് ഗൈഡ് വയറുകളും ഈ ബലൂണുകളും പോലുള്ള കാര്യങ്ങൾ ഈ പുറത്തുനിന്ന് മറ്റ് വില കൊടുത്ത് വാങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പാലിനോട് സംസാരിച്ചതനുസരിച്ച് വൈകുന്നേരത്തോടെ തന്നെ ഈ ഒരു ശസ്ത്രക്രിയകളൊക്കെ തന്നെ ആൻജിയോപ്ലാസ്റ്റി പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് നമ്മളോട് കൈമാറിയിട്ടുള്ള വിവരം. എന്തായാലും അതനുസരിച്ചുള്ള നടപടികളിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ രോഗികളോട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഈ മെഡിക്കൽ കോളേജ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ
ഈ ഒരു വിവരം അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇവരെ ആൻജിയോപ്ലാസ്റ്റി നടക്കില്ല എന്നുള്ള വിവരമാണ് ഇന്നലെ പങ്കുവച്ചതെങ്കിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഗൈഡ് വയറുകളും മറ്റും എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രാഥമികമായി നൽകേണ്ടവർക്ക് തന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള കാര്യങ്ങൾ നൽകും എന്നുള്ള ഒരു വിവരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനാലുള്ള നടപടികളും ഇവർ തുടങ്ങിയിട്ടുണ്ട്. ധന്യ. ശരി ദൃശ്യ.